ദിവസങ്ങളിൽ സംശയിച്ചതുപോലെ തന്നെ കോൺഗ്രസ് നേതൃത്വം ഒരു നിലപാട് വ്യക്തമാക്കുന്നു, ഞങ്ങളില്ല അയോധ്യയിലേക്കെന്ന്. പക്ഷേ ഓരോ നേതാക്കളായി പറഞ്ഞു തുടങ്ങുകയാണ് ഞാൻ പോകുമെന്ന്. ഇപ്പോൾ ഹിമാചൽ പ്രദേശിലെ മന്ത്രി പോകാൻ തീരുമാനിച്ചിരിക്കുന്നു. പ്രതികരണം വരികയും ചെയ്തിരിക്കുന്നു. അല്ല, കോൺഗ്രസ് പോകണമെന്നോ പോകണ്ട എന്നോ ഒരു നേതാവിനോടും പറഞ്ഞിട്ടില്ല. വ്യക്തിപരമായി ആർക്കും എന്ത് വേണമെങ്കിലും തീരുമാനിക്കാം. പക്ഷേ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ഒരു ചടങ്ങ് അത് രാഷ്ട്രീയ തീരുമാനമാണ് ബി ജെ പിയുടെ. ആ രാഷ്ട്രീയ തീരുമാനത്തെ മതവുമായി കൂട്ടിക്കുഴച്ചപ്പോൾ ആ ചടങ്ങിൽ ആ മുഹൂർത്തത്തിൽ പങ്കെടുക്കേണ്ടതില്ലെന്നാണ് കോൺഗ്രസ് തീരുമാനിച്ചത്. അത് കോൺഗ്രസിൻ്റെ നേതാക്കളായ 3 പേരെയാണ് അവരെ ക്ഷണിച്ചിരുന്നത്. ആ 3 പേരും പദവികൾ വഹിക്കുന്നവരാണ്. സോണിയാഗാന്ധി പാർലമെൻ്ററി പാർട്ടി ലീഡറാണ്, അധീർ രഞ്ജൻ ചൗധരി പ്രതിപക്ഷ നേതാവാണ്, മല്ലികാർജുൻ ഖാർഗെ പ്രസിഡൻ്റാണ്. ഈ 3 പേരെയും ക്ഷണിച്ചു. ആ 3 പേരെയും ക്ഷണിച്ചപ്പോൾ അവർ പറഞ്ഞു ഇത് രാഷ്ട്രീയമാണ്, ഞങ്ങൾ ആ ചടങ്ങിലില്ല. പക്ഷേ ആ അമ്പലത്തിൽ പോകാം, രാമക്ഷേത്രത്തിൽ പോകാം, ആർക്ക് വേണമെങ്കിലും പോകാം, അത് കോൺഗ്രസ് തടയില്ല. അത് വ്യക്തിപരമായ ഓരോരുത്തരുടെ ഇഷ്ടാനിഷ്ടങ്ങളാണ്. അത് യു പിയിലത്തെ ഒരു സംഘം 15-ാം തീയതി പോകുന്നുണ്ടല്ലോ, കോൺഗ്രസിൻ്റെ സംഘം 15-ാം തീയതി മുൻകൂട്ടി പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഹിമാചൽ പ്രദേശിൽ പോകാം, ആർക്കും പോകാം, കേരളത്തിലുള്ളവർക്കും പോകാം, ഒരു കുഴപ്പമില്ല. അത് വിശ്വാസത്തിൻ്റെ പ്രശ്നമാണ്. ശ്രീരാമനെ നമിക്കണമെന്ന് തോന്നിയാൽ അവർക്ക് പോകാം. പക്ഷേ കോൺഗ്രസ് നിലപാട് ഇന്നലെ വന്ന ശേഷം വലിയ ഒരു തരത്തിലുള്ള വിമർശനവും അധിക്ഷേപവും കോൺഗ്രസ് കേട്ടില്ല, ബി ജെ പിയിൽ നിന്ന് ഒഴിച്ച്. ബി ജെ പി എന്താ പറഞ്ഞത്? ഹിന്ദു വിരുദ്ധമാണ്, അത് രാമനെതിരാണ് എന്നൊക്കെയല്ലേ പറഞ്ഞത്. അത് കേൾക്കാം, അത് ബി ജെ പി എന്നും പറയുന്ന കാര്യമാണ്, അതിൽ പുതുമയൊന്നുമില്ല. പള്ളി പൊളിച്ചെടുത്ത് വരുന്ന ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങിൽ പോകുന്നില്ല എന്നുള്ളതല്ല കോൺഗ്രസിന്റെ നിലപാട്. അത് ബി ജെ പിയും ആർ എസ് എസും രാഷ്ട്രീയ ആയുധമാക്കുന്നു എന്നൊരു പരാതി മാത്രമേ ഉള്ളൂ. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളാണ് യഥാർത്ഥ ഹിന്ദുക്കൾ എന്നുള്ളതാണോ, നിങ്ങളാണ് യഥാർത്ഥ മതേതരവാദികൾ എന്നുള്ളതാണോ നിങ്ങളുടെ പ്രധാനപ്പെട്ട വാദം, ശ്രീ എൻ ശ്രീകുമാർ? കോൺഗ്രസ്സിലുള്ള ഹിന്ദുക്കൾ അവർ ശരാശരി ഹിന്ദുക്കളാണ്. നമ്മൾ അങ്ങനെ കണക്കാക്കുക. ശരാശരി ഹിന്ദു എന്ന് വെച്ചാൽ അവർ കോൺഗ്രസ്സുകാരാണ്, ഹിന്ദുക്കളാണ്, മറ്റു മതങ്ങളോട് യാതൊരു വിരോധവുമില്ല, തീവ്രമായ ചിന്തകളൊന്നുമില്ല, ക്ഷേത്രത്തിൽ പോകും, അവരവരുടേതായ വിശ്വാസമായി പോകും. പക്ഷേ ആ ഹിന്ദുക്കൾ കുറിതൊടുമ്പോഴാണ് കോൺഗ്രസ്സുകാർ മൃദുഹിന്ദുത്വം എന്നൊക്കെ ഒരു ആക്ഷേപം നമ്മുടെ പല സുഹൃത്തുക്കളും ഉന്നയിക്കുന്നത്. അയോധ്യ വിഷയത്തിൽ കോൺഗ്രസിൻ്റെ നിലപാടാണ് ഞാനീ പറഞ്ഞത്. അത് കോൺഗ്രസ് വ്യക്തമാക്കിയതാണ്, സംശയരഹിതമാണ്. കാരണം എന്താണ്? ആ സുപ്രീം കോടതി വിധിയെ അംഗീകരിക്കുന്നു എന്ന് വെച്ചാൽ പള്ളി പൊളിച്ച് ക്ഷേത്രം പണിയാൻ സുപ്രീം കോടതി തീരുമാനിച്ചു, അത് കോൺഗ്രസ് അംഗീകരിക്കുന്നു. അവിടെ ക്ഷേത്രം പണി പൂർത്തിയായിട്ടില്ല. ക്ഷേത്രം പണി പൂർത്തിയാകാതെ പ്രതിഷ്ഠാകർമ്മം നിർവഹിക്കുന്നത് തെറ്റാണെന്ന് കോൺഗ്രസിൻ്റെ തീരുമാനം വന്ന ദിവസം തന്നെ 4 ശങ്കരാചാര്യ പീഠങ്ങളിലെ അധിപന്മാരും പറഞ്ഞു. ആ ശങ്കരാചാര്യ പീഠങ്ങളെ ബി ജെ പി തള്ളിപ്പറയുമോ? ബി ജെ പി അല്ല, ബി ജെ പി ഹിന്ദു ധർമ്മത്തിനും അതുപോലെ ഹിന്ദു വിശ്വാസത്തിനും വേണ്ടി ഞങ്ങൾ നിലകൊള്ളുന്നു എന്ന് ആണയിട്ട് പറയുന്ന ബി ജെ പി ഈ ശങ്കരപീഠങ്ങളെ തള്ളിപ്പറയുമോ? ഇല്ലല്ലോ. ആ ശങ്കരപീഠങ്ങളുടെ നിലപാടാണ് കോൺഗ്രസ് എടുത്തത്. ശങ്കരപീഠങ്ങൾ എന്താണ് പറഞ്ഞത്? പ്രധാനമന്ത്രിക്ക് ആ ചടങ്ങിൽ പങ്കെടുക്കേണ്ട പ്രധാനമന്ത്രിയല്ല, അത് പൂജയാണ്, പൂജ ദിവ്യമാണ്, അത് നടത്തേണ്ടത് രാഷ്ട്രീയക്കാരല്ല, അത് നടത്തേണ്ടത് പ്രധാനമന്ത്രിയോ മന്ത്രിമാരോ അല്ല, അതുകൊണ്ട് ഞങ്ങൾ ആ ചടങ്ങിലേക്ക് പോകുന്നില്ല. ആ ചടങ്ങിലേക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് കോൺഗ്രസിന്റെ നിലപാടും. കോൺഗ്രസ് മതേതരം ഇന്നിപ്പോ എം വി ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞിരിക്കുന്നത് ഇടതുപക്ഷ സ്വാധീനമാണ് കോൺഗ്രസ് ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ കാരണമെന്നാണ്. അത് ഇതിനോട് യോജിക്കുന്നുണ്ടോ? ഒട്ടും യോജിക്കുന്നില്ല. കാരണം ഇടതുപക്ഷത്തിൻ്റെ സ്വാധീനമാണെങ്കിൽ നമ്മുടെ മറ്റു സുഹൃത്തുക്കൾ എന്താ പറഞ്ഞത്? ന്യൂനപക്ഷ സമ്മർദ്ദം കൊണ്ടാണ് തീരുമാനം എടുക്കാത്തതെന്നല്ലേ. ഇതിപ്പോൾ എടുത്തപ്പോൾ പറഞ്ഞത് ഇടതുപക്ഷ സ്വാധീനമാണെന്ന്. ഇടതുപക്ഷ സ്വാധീനം എന്ന് പറയാൻ കാരണം എന്താണ്? CPM-ന് കേരളത്തിൽ കോൺഗ്രസിനെ കുറ്റം പറയാനുള്ള ഒരവസരം നഷ്ടപ്പെട്ടു. അപ്പോൾ പിന്നെ ഇങ്ങനെ പറയാനല്ലേ നിവർത്തിയുള്ളൂ. അല്ലെങ്കിൽ അവരെന്താ പറയുക? ന്യൂനപക്ഷ വിരുദ്ധ നിലപാട് കോൺഗ്രസ് സ്വീകരിച്ചു, ബി ജെ പിയുടെ പിന്നാലെ പോകുന്നു എന്നൊക്കെ പറയാൻ നമുക്ക് പറ്റുമായിരുന്നു. ഇതിപ്പോൾ പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ അവർ വളരെ ഇന്ന് CPM-ൻ്റെ മുഖപത്രം മാന്യമായ രീതിയിൽ ആ വാർത്ത കൊടുത്തു. അപ്പോൾ എന്താണ് പിന്നെ പറയാൻ ഒറ്റ അവസരമേ ഉള്ളൂ, ഞങ്ങൾ കാരണം അവർ പോകാതിരുന്നത്. ആയിക്കോട്ടെ, അങ്ങനെ പറയുന്നതിൽ അദ്ദേഹത്തിന് അതുകൊണ്ടുള്ള ഒരാശ്വാസം കിട്ടിക്കോട്ടെ. പക്ഷേ കേരളത്തിലെ നമ്മുടെ CPM സുഹൃത്തുക്കൾക്ക് കോൺഗ്രസിന് ഇതിൻ്റെ പേരിൽ പഴി പറയാനുള്ള ഒരു അവസരം അടഞ്ഞുപോയി. ആ അടഞ്ഞ അവസരം വളരെ തന്ത്രപരമായിട്ട് ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നത് ഒരു രാഷ്ട്രീയമായ അവരുടെ ഒരു തീരുമാനമാണ്. അതിലെ പ്രത്യേകിച്ചൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ആദ്യമേ CPM പറഞ്ഞില്ലല്ലോ കോൺഗ്രസ് പോകരുതെന്ന്. സീതാറാം യെച്ചൂരി 2 ആഴ്ച മുമ്പ് പറഞ്ഞെന്താണ്? ഞങ്ങൾ ആ പരിപാടിക്ക് പോകുന്നില്ല, അതുകൊണ്ട് ഞങ്ങളുടെ മുന്നണിയുടെ നേതൃസ്ഥാനം വഹിക്കുന്ന കോൺഗ്രസും പോകരുത് എന്ന് അദ്ദേഹം പറഞ്ഞില്ല.
അദ്ദേഹം ഒരു കാര്യവും പറഞ്ഞില്ല, ഞങ്ങൾ പോകുന്നില്ല, മറ്റുള്ള പാർട്ടികളുടെ കാര്യം പറഞ്ഞുമില്ല. ഇന്ത്യ മുന്നണിയിലെ ഓരോ കക്ഷിയും പ്രാദേശികമായി ബലമുള്ള കക്ഷികളാണ്. അവരവരുടെ കാര്യം നോക്കി അവരവരുടെ തീരുമാനങ്ങൾ പറഞ്ഞു. കോൺഗ്രസിന്റെ നിലപാട് വൈകിയാണ് വന്നത്. ആ വൈകി വന്ന നിലപാട് വളരെ വിവേകത്തോടുകൂടി എടുത്തതാണ്. അതുകൊണ്ടാണ് കോൺഗ്രസ് വിമർശകർക്കും കോൺഗ്രസിന്റെ രാഷ്ട്രീയ ശത്രുക്കൾക്കും ഒരു തരത്തിലും കോൺഗ്രസിനെ കുറ്റം You are watching Reporter Evening Show.